എൻട്രൻസിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഏറ്റവും നന്നായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ ആരും പഠിപ്പിക്കാത്തൊരു കാര്യം എങ്ങനെ കറക്റ്റായി പഠിക്കാം എന്നുള്ളതാണ്. അതായത് ഈ ബുക്കിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ ഏറ്റവും നന്നായി തലയുടെ ഉള്ളിലേക്ക് ആക്കാം എന്നുള്ളത്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഇനിയുള്ള 2 വീഡിയോസിൽ പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ ഒരു ക്ലാസ്സിന് മുൻപ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ക്ലാസ്സിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ക്ലാസ്സിന് ശേഷം ആ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിവിഷൻ ടെക്നിക്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് പല കുട്ടികളും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ആയുധമില്ലാതെ ക്ലാസ്സിന് കയറാന്നൊക്കെ പറയും. അതായത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ജസ്റ്റ് ഒരു പേനയും ഏതെങ്കിലും ഒരു നോട്ട്ബുക്കും എടുത്ത് നേരെ ക്ലാസ്സിനകത്ത് കയറാം. അതല്ല ഏറ്റവും നല്ല മെത്തേഡ്. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ഏതാണെന്ന് നേരത്തെ നോക്കി അതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുന്നത് നിങ്ങളുടെ ആ സമയത്തുള്ള അബ്സോർപ്ഷൻ കപ്പാസിറ്റിയെ ഒരുപാട് കൂട്ടും. അതേപോലെ തന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല സെറ്റായിട്ട് മാത്രമേ ക്ലാസ്സിലേക്ക് കയറാവൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് ലേബൽ എഴുതി ഓരോ സബ്ജക്റ്റും ഏതാണെന്ന് എഴുതി അതിനകത്ത് ഏതൊക്കെ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നെഴുതി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് സൂക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പഠനത്തിൽ മൊത്തമായിട്ടുള്ള നമ്മുടെ എഫിഷ്യൻസി കൂടും. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ടീച്ചറുടെ ശബ്ദം മാത്രമല്ല ഉണ്ടാവുന്നത്. ചുറ്റും വാഹനങ്ങളുടെ സൗണ്ട് ഉണ്ടാവും, ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും, നമ്മുടെ അടുത്തുള്ളവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, സ്പോഞ്ച് പോലെ വേണം ക്ലാസ് ലഭിക്കാമെന്ന്. കേൾക്കുന്നതെല്ലാം അതേപോലെ അങ്ങ് വലിച്ചെടുക്കണം. പല കുട്ടികളും ചെയ്യുന്നൊരു പ്രശ്നം, അവർ ക്ലാസ്സിൽ വെറുതെ ആയിരിക്കും ഇരിക്കുന്നത്, വളരെ പാസീവായിട്ടായിരിക്കും ഇരിക്കുന്നത്. അവർ പലപ്പോഴും പറയും ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോയി പഠിച്ചോളാം, ക്ലാസ്സിൽ ജസ്റ്റ് വെറുതെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതല്ല കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ക്ലാസ്സിലിരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ വീട്ടിലിരുന്നുള്ള നമ്മുടെ സ്റ്റഡി എഫിഷ്യൻസി ഒരുപാട് കൂടും. ഇനി വീട്ടിലെത്തിയതിന് ശേഷം എങ്ങനെ പഠിക്കണം? വെറുതെ നോട്ട്സ് എടുത്ത് വായിക്കുന്നത് എളുപ്പപ്പണിയാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മുടെ പഠനത്തിലുള്ള എഫിഷ്യൻസിയും നമ്മുടെ റിട്ടൻഷനും ഒക്കെ നന്നായി കുറയും. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് നമുക്ക് PQRST എന്ന് ഓർക്കാം. P is for preview, Q for question, R is for read, S is for summarize and T is for test. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ബയോളജി ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇത് മൊത്തത്തിലൊന്ന് മറിച്ച് നോക്കി ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രിവ്യൂ, ഒരു ഫ്രെയിം വർക്ക് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവർ ടിഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ടിഷ്യൂസിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂവിൽ സിമ്പിൾ ടിഷ്യൂ, കോംപ്ലെക്സ് ടിഷ്യൂ. അപ്പം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ മനസ്സിലേക്ക് എടുക്കുക. ഇതിനെയാണ് P എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മനസ്സിലേക്ക് എടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് Q. അപ്പം നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, എന്തൊക്കെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ ഏതൊക്കെ വരുന്നു, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് R ആണ്. R is for read. നമ്മൾ വായിക്കാൻ പോവാണ്. വായിക്കുന്നത് ഈ നേരത്തെ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടി വായിക്കുമ്പോൾ പാസീവായി വെറുതെ വായിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ എഫിഷ്യൻസി ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചതിന് ശേഷം നമ്മളൊന്ന് മനസ്സിൽ സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇത്രയാവുമ്പോൾ തന്നെ നമ്മുടെ പഠനം ഏകദേശം കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഇസ് T is for ടെസ്റ്റിംഗ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് MCQ ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പം അങ്ങനെ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി എന്നുള്ളതിനെ പറ്റി നമുക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അതിനകത്തൊരു ഡെഫിഷ്യൻസി തോന്നുകയാണെങ്കിൽ വീണ്ടും തിരിച്ചുപോയി ആ പോർഷൻ ഒന്നും കൂടി വായിച്ച് ഉറപ്പിക്കുക, വീണ്ടും നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ മെയിൻ മെത്തേഡ് PQRST: പ്രിവ്യൂ, ക്വസ്റ്റ്യൻ, റീഡ്, സമ്മറൈസ് ആൻഡ് ടെസ്റ്റ്. ഇത് പറഞ്ഞത് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നതിനെ പറ്റിയാണ്. ഇനി പഠിച്ച ടോപ്പിക്ക് എങ്ങനെ നന്നായി റിവൈസ് ചെയ്യാം, എങ്ങനെ മറക്കാതിരിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.